അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണിന്റെ രഹസ്യ ശൃംഖലകളിൽ AI മോഡലുകൾ ഉപയോഗിക്കാൻ OpenAI കരാറിൽ ഒപ്പിട്ടത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ഇറാനുമേലുള്ള US-ഇസ്രായേൽ ആക്രമണത്തിന് നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട്. യഥാസമയത്തെ ലക്ഷ്യം നിർണ്ണയിക്കൽ, തത്സമയ നിരീക്ഷണ അവലോകനം, ഇന്റലിജൻസ് വിവരങ്ങൾ വിലയിരുത്തൽ തുടങ്ങിയ സുപ്രധാന സൈനിക ആസൂത്രണങ്ങൾക്ക് AI ഉപയോഗിച്ചു. ആക്രമണ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിനും ഭൂമിശാസ്ത്രപരമായ ഏകോപനത്തിനും നടപ്പാക്കുന്നതിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് ലക്ഷ്യങ്ങളുടെ ക്രമം നിർണ്ണയിക്കുന്നതിനുമൊക്കെ AI പ്രയോജനപ്പെടുത്തി. ആക്രമണത്തിന്റെ ആദ്യ ദിനം തന്നെ AI ഉപയോഗിച്ച് 1000-ഓളം ആക്രമണ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചതായും റിപ്പോർട്ട് പറയുന്നു. കരാർ പുറത്തു വന്നതിന് പിന്നാലെ ChatGPTക്കെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ChatGPT ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പെന്റഗണിന്റെ കരാർ ലഭിച്ചിരുന്നത് ആന്ത്രോപിക്കിനായിരുന്നു. എന്നാൽ തങ്ങളുടെ സാങ്കേതിക വിദ്യ ആഭ്യന്തര നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അവർ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് OpenAI ഈ കരാർ ഏറ്റെടുത്തത്. നേരത്തെ ഈ കരാറിൽ നിന്ന് പിന്മാറിയ ആന്ത്രോപിക് കമ്പനിയുടെ ക്ലോഡ് ചാറ്റ്ബോട്ട് ഇപ്പോൾ ChatGPTയെ മറികടന്ന് ആപ്പ് സ്റ്റോറിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഏതായാലും വിവാദം ശക്തമായതോടെ OpenAI CEO സാം ആൾട്ട്മാൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. OpenAIയുടെ മുൻപത്തെ നയരേഖ പ്രകാരം തങ്ങളുടെ സാങ്കേതിക വിദ്യ സൈനിക ആവശ്യങ്ങൾക്കോ യുദ്ധങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്നത് കമ്പനി കർശനമായി നിരോധിച്ചിരുന്നു. എന്നാൽ പെന്റഗൺ കരാറിന് മുന്നോടിയായി കമ്പനി സൈനിക നിരോധനം നിശബ്ദമായി എടുത്തുമാറ്റി. ഇത് ഉപയോക്താക്കൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. കിറ്റ് ChatGPT എന്ന പേരിൽ വെബ്സൈറ്റുകൾ വഴി സംഘടിതമായി ക്യാമ്പയിനുകൾ നടക്കുകയാണ്. കാര്യങ്ങൾ ഇത്ര വേഗത്തിൽ നീങ്ങാൻ പാടില്ലായിരുന്നുവെന്നും ആശയവിനിമയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും വൻതോതിലുള്ള നിരീക്ഷണ പ്രവർത്തനങ്ങൾ, NSA പോലുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വേണ്ടിയുള്ള ഉപയോഗം എന്നീ കാര്യങ്ങൾക്കായി തങ്ങളുടെ സാങ്കേതിക വിദ്യ ഇനി ഉപയോഗിക്കില്ലെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്.